Hi friends, welcome back to my channel Anno's Kitchen Lab. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മലായി കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് മലായി കേക്കിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കേക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് മുട്ടയില്ലാതെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും മുട്ടയില്ലാതെ നമ്മങ്ങനെ കേക്ക് ചുടാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നമുക്ക് എഗ്ഗ് യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് ബീറ്റർ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമുക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനു മുമ്പായി ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടനും കൂടെ തന്നെ ആ ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ വെക്കാൻ മറക്കരുത് കേട്ടോ. നമുക്ക് ഉണ്ടാക്കുന്ന മെത്തേഡിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് കേട് ഒഴിച്ചെടുക്കാം. തൈര് 1/4 കപ്പ് ഒഴിച്ചെടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. അപ്പോൾ എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടത്. അപ്പോൾ പൊടിച്ച പഞ്ചസാര ആദ്യം 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ അളവ് മാറിപ്പോകും. പിന്നെ വേണ്ടത് 3/4 കപ്പ് മൈദയാണ്, അത് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തെടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തെടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവാം. അതിനുശേഷം 1/3 കപ്പ് നമുക്ക് മിൽക്ക് ചേർത്തെടുക്കാം. മിൽക്ക് 1/3 ഇല്ലെങ്കിൽ വെള്ളമായാലും മതി കേട്ടോ. പാല് അല്ലെങ്കിൽ വെള്ളം ഏതെങ്കിലും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ബാറ്റർ റെഡിയായി കഴിഞ്ഞു. ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കി വെച്ചിട്ടുണ്ട്, പ്രീ ഹീറ്റ് ചെയ്തിന്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും മൈദ തൂവിയിട്ട് നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും പണിയുള്ളൂ, നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഒന്ന് പാറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണ്ട, നല്ല സോഫ്റ്റാണ്, നല്ല സോഫ്റ്റാണിത്. നമുക്ക് ഇതിനാവശ്യമായ മലായി തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ എവാപ്പറേറ്റഡ് മിൽക്ക് 1 കപ്പ് എടുത്തിട്ടുണ്ട്. എവാപ്പറേറ്റഡ് മിൽക്ക് എന്ന് പറയുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് നല്ല സ്വീറ്റ് ഉള്ളതല്ലേ. അപ്പോൾ മധുരം ഇല്ലാത്തൊരു നല്ല തിക്കായ മിൽക്കാണ് എവാപ്പറേറ്റ് മിൽക്ക്. അപ്പോൾ അതില്ലെങ്കിൽ നമ്മൾ നാട്ടിലെല്ലാം നല്ല ക്രീം, നല്ല തടി കൂടിയ ഗുഡ് ലൈഫിൻ്റെ ഒക്കെ മിൽക്ക് എടുത്താലും മതി. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്തെടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരം കൂട്ടിക്കൊടുക്കാം. ഞാനിവിടെ നല്ല മധുരമുള്ള വിപ്പിംഗ് ക്രീം എടുത്തുകൊണ്ടാണ് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തെടുക്കുന്നത്. ഇനി നമുക്കിതുപോലെ ഹോൾസൊക്കെ ആക്കി കൊടുക്കാം, കാരണം നമ്മുടെ മലായി നന്നായി അബ്സോർവ് ചെയ്യണം കേക്കിൽ. നമുക്കിതിലേക്ക് മലായി ഒഴിച്ചെടുക്കാം. അപ്പം നല്ല ടേസ്റ്റാണ്, ടേസ്റ്റ് മാത്രമല്ല നല്ല സോഫ്റ്റുമാണ്. എല്ലാവരും ഇത് എന്തായാലും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഡ്രൈ നട്ട്സ് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് റോസ് പെറ്റൽസ് ആണ്. റോസ് പെറ്റൽസ് ഇതിലേക്ക് ചേർത്തെടുക്കാം. അപ്പോൾ മലായി കഴിക്കുമ്പോൾ നമുക്കിത് മലായി ആവശ്യമുണ്ട്. ഞാനിതാ ഇതുപോലെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് കേക്കാണ്, സോഫ്റ്റ് മാത്രമല്ല നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കഴിക്കുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് മലായി ഒഴിച്ച് കൊടുക്കാം, എന്നിട്ടാണ് അത് കഴിക്കേണ്ടത്. അതിൻ്റെ ഒരു റൂൾ അങ്ങനെയാണ്. മലായി ഒഴിച്ചതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാം. പുതിയ റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതിലേക്ക് സ്റ്റേ ട്യൂൺഡ്.